പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ് അദ്ദേഹത്തിന്റെ ബിസി ആയിട്ടുള്ളതായ സ്കെഡ്യൂളിന് ഇടയിൽ തന്നെ നമുക്ക് വേണ്ടി അല്പസമയം കണ്ടെത്തുകയും ഇതിന് ആശംസകൾ നേരുകയും ഈ ബൈബിൾ സ്റ്റഡിയുടെ ഇന്നത്തെ ഉദ്ഘാടനം ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതിനുള്ളതായ പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും പരിശുദ്ധ പിതാവിന്റെ തൃക്കരങ്ങളിൽ അഹമ്മദാബാദ് ഭദ്രാസനം സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ പ്രാർത്ഥനാ വർഷമായിട്ട് ആചരിച്ചു. ഈ വർഷം വചന വർഷമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. വചനം പഠിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക എന്നുള്ളതായ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ ഉള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ, എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ എല്ലാ തരത്തിലും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുകയും, എന്നാൽ നമ്മൾ ആരും തന്നെ ദൈവവചനത്തെയോ ദൈവവിശ്വാസത്തെയോ ഒരു കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പങ്കാളിയാക്കിയിട്ടില്ല എന്നുള്ളത് വാസ്തവമല്ലേ എന്ന് നമ്മൾ തന്നെ ആലോചിക്കേണ്ടതായ ഒരു കാര്യമാണ്. ആ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് വരികയും നമ്മുടെ ഉള്ളിൽ വസിക്കുകയും അങ്ങനെ ഒരു പുതിയ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുകയും ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് വരണം എന്നുള്ളതാണ് ഈ ദൈവവചന പഠന പദ്ധതിയുടെ അല്ലെന്നുണ്ടെങ്കിൽ വചനവർഷത്തിന്റെ പ്രധാനപ്പെട്ട കാതലായ ആഗ്രഹം, അതിൻ്റെ പിന്നിലുള്ളതായ ചേതോവികാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. എൻ്റെ ആഗ്രഹം ബഹുമാനപ്പെട്ട വൈദികരെ, അതുപോലെ ഭദ്രാസനത്തിന്റെ ചുമതലയുള്ളതായ കൗൺസിൽ അംഗങ്ങളെയും ഒക്കെ അറിയിച്ചപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ അത് കൈക്കൊള്ളുകയും അങ്ങനെ ഈ ഒരു ഉദ്യമം വളരെ വിജയകരമാക്കുവാൻ തക്കവണ്ണം എല്ലാവരുടെയും പ്രവർത്തനവും സഹകരണവും ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ വിചാരിച്ചതിൽ ഉപരിയായിട്ടുള്ളതായ ആളുകൾ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം മുന്നോട്ട് കടന്നു വന്നു. പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. നമ്മുടെ സ്പേസ് വളരെ കുറവാണ്. ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ പോലും ഇത് ഗൂഗിൾ മീറ്റിൽ 500 പേരെ ഉൾക്കൊള്ളാം എന്നാണ് എൻ്റെ പ്രൊവൈഡർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എന്തോ ടെക്നിക്കൽ എററാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പും നമുക്കിങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിന്റെ ഉദ്ഘാടന വേളയിൽ അത് ഒരു പ്രയാസമായിട്ട്, ഒരു മുള്ളായിട്ട്, ഒരു വേദനയായിട്ട് ഇപ്പോഴും മനസ്സിൽ അലട്ടുകയാണ്. എങ്ങനെ അത് റിസോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടെ, വളരെ നല്ലൊരു ഊർജ്ജസ്വലതയോടെയാണ് ഇന്നത്തെ ദിവസം, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞാൻ ഇരിക്കുന്നത്. കാരണം 500 പേരിനടുത്ത് രജിസ്റ്റർ ചെയ്തു, ഇനിയും രജിസ്റ്റർ ചെയ്യാൻ ആൾ നിൽക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാമല്ലോ നമ്മളുടെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യം ഏതാണ്ട് സാഫല്യമായി എന്നുള്ളതായ ഒരു ചിന്തയാണ്. ഏതായാലും ഇന്ന് കയറുവാനായിട്ട് സാധിച്ചില്ലെങ്കിലും ഇത്രയും പേര് മുന്നോട്ട് വന്നതിലുള്ളതായ പ്രത്യേകമായ സ്നേഹം, സന്തോഷം നിങ്ങളുടെ ഒരു പ്രധാന ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വൈദികരോടുമുള്ളതായ പ്രത്യേകമായ സ്നേഹവും കടപ്പാടും അറിയിക്കട്ടെ. അതുപോലെ തന്നെ ആധ്യാത്മിക സംഘടനകളുടെ ഒക്കെ പ്രവർത്തകർ ഇതിന് പിന്നിലുണ്ട്. അവരോടൊക്കെ ഉള്ളതായ പ്രത്യേകമായ സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മുടെ ഈ ബൈബിൾ വചന വർഷത്തിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് വേദപുസ്തകവും നമ്മുടെ ആരാധനയുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു
എന്ന് പഠിക്കുവാൻ തക്കവണ്ണം ഈ വരുന്ന 11 മാസം, ഡിസംബർ മുതൽ അടുത്ത നവംബർ വരെയുള്ളതായ മാസം, ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. വിവിധ തരത്തിലുള്ളതായ വിവിധ ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട് സഭയിലെ വേദശാസ്ത്ര നിപുണന്മാരായ വൈദികരും അൽമായരുമായ ആളുകളിലേക്ക് കൊണ്ടുള്ളതായ ക്ലാസ്സുകളാണ് ഒന്നാമതായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു മാസത്തിൽ ഒരു ക്ലാസ് എന്നുള്ളതായ നിലയിലാണ് ആഗ്രഹിച്ചത് എങ്കിലും ചിലപ്പോൾ അത് 2 ക്ലാസ് ആക്കേണ്ടി വരും എന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മാസത്തിൽ ഒരു ദിവസം കൂടെ 2 ദിവസം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രമിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുക. ഇപ്പോഴത്തെ സ്കെഡ്യൂൾ അനുസരിച്ച് എല്ലാ സെക്കൻഡ് മൺഡേ 9 PM to 10 PM ആണ് നമ്മളുടെ ക്ലാസ്സുകളുടെ സമയം. എല്ലാവരുടെയും ഒരു സൗകര്യമൊക്കെ പ്രമാണിച്ചാണ്. നമ്മുടെ നാട്ടിലുള്ളവർക്ക് ജോലി കഴിഞ്ഞ് വരണം, സ്ത്രീകളുടെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കണം. അതുപോലെ തന്നെയാണ് നമ്മളുടെ മസ്കറ്റ് ഭാഗത്തുള്ളതായ ആളുകളും. അവരും ഈ 9 മണി എന്ന് പറയുമ്പോൾ അവരുടെ ഏകദേശം 7:30 ആകത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയക്രമീകരണം അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തുടർന്നുള്ളതായ നമ്മളുടെ ഈ പ്രവർത്തനത്തിൽ, ഈ ക്ലാസ്സിൽ എല്ലാവരും പങ്കാളികളാകണമേ എന്ന്, പങ്കാളികളാകുക മാത്രമല്ല, നിങ്ങളെല്ലാവരും അത് ആക്റ്റീവായിട്ട് പങ്കാളികളാകണം എന്നുള്ളതായ കാര്യം ഞാൻ മുന്നമേ ഓർപ്പിക്കട്ടെ. രണ്ടാമതായിട്ട്, ഈ ഒരു വർഷം കൊണ്ട് ഒരു ബൈബിൾ റീഡിംഗ് കാർഡ് എല്ലാവർക്കും നൽകുകയും ഭദ്രാസനത്തിലെ എല്ലാ ആളുകളും വേദപുസ്തകം ഒരു വർഷം കൊണ്ട് വായിക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതായ ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് ഉള്ളത്. മൂന്നാമതായിട്ട്, സെലക്റ്റഡ് ആയിട്ടുള്ളതായ വേദപുസ്തക ഭാഗങ്ങൾ അടങ്ങുന്നതായ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് തരും. ഒരു മാസം കൊണ്ട് ഇത്ര അധ്യായങ്ങൾ, ആദ്യമേ ന്യൂ ടെസ്റ്റമെന്റിൽ, പുതിയ നിയമത്തിൽ തുടങ്ങി പഴയ നിയമത്തിലെ ചില ഭാഗങ്ങളൂടെ ചേർത്ത് ഒരു വർഷം കൊണ്ട് വായിച്ച് അതിന്റെ ഓരോ അധ്യായത്തിന്റെയും ഒരു ചെറിയ സമ്മറി എഴുതുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡിസംബർ മാസത്തിൽ വച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1 മുതൽ 20 വരെയുള്ളതായ അധ്യായങ്ങളാണ്. ഈ 20 അധ്യായങ്ങളുടെ സമ്മറി, അതിനകത്ത് എത്ര വാക്യങ്ങളുണ്ട്, എത്രയായിട്ട് അതിനെ തിരിക്കാനായിട്ട് സാധിക്കും, അതിനകത്തൊരു ചെറിയ ഒരു സമ്മറിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു കുറിവാക്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങളുടെ ഹൃദയത്തെ ടച്ച് ചെയ്ത ഒരു വാക്യം, അത് നിങ്ങളുടെ ആ ഒരു പുസ്തകത്തിൽ, ഒരു ബുക്കിൽ, നോട്ട് ബുക്കിൽ, ഡയറിയിലോ നോട്ട് ബുക്കിലോ പേന കൊണ്ട് എഴുതണം. അത് എഴുതി നിങ്ങളുടെ വികാരിമാരെ കാണിക്കുകയും അവര് അത് പരിശോധിക്കുകയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിന് ഒരു സമ്മാനം, അങ്ങനെ പൂർണ്ണമാക്കുന്നവർക്ക് ഒരു സമ്മാനം ഭദ്രാസന തലത്തിൽ കൊടുക്കുക. ഇതിന്റെ എല്ലാ ഉദ്ദേശം എന്ന് പറയുന്നത് വേദപുസ്തകത്തോട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. വേദപുസ്തകം വായിക്കുവാനായിട്ടുള്ള ഒരു പ്രചോദനമാണ്. അപ്പൊ ഈ വേദപുസ്തകം വായിക്കുവാൻ തക്കവണ്ണമാണ് ഇങ്ങനെ ഒരു കാര്യം ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കുക. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഒരു 10 മിനിറ്റത്തേക്ക് ഒരു ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ മീറ്റിംഗ് കൃത്യം 10 മണിക്ക് തന്നെ അവസാനിക്കും. 9:42 ഇപ്പോൾ ഇന്ത്യൻ സമയം. 10 മണിയാകുമ്പോൾ നമ്മളുടെ മീറ്റിംഗ് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കമായിട്ട് വേദവചനത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.
വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം അത് ഇൻകാർണേറ്റഡ് വേർഡ് ഓഫ് ഗോഡ്. ഒന്നാമതായിട്ട്, രണ്ടായിട്ട് തിരിക്കുക. ഒന്നാമതായിട്ട് ഇൻകാർണേറ്റഡ്, മനുഷ്യാവതാരം ചെയ്ത വചനം യേശു ക്രിസ്തു. വചനം ജഡമായി. വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ വചനം മനുഷ്യരുടെ ഇടയിൽ നമ്മൾക്ക് അന്ത്യകാലത്ത് വെളിവായി വന്നു. അത് വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന്റെ കൃപയും നമ്മോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുന്നു. അപ്പോ ആ ഇൻകാർണേറ്റഡ് വേർഡ് ഓഫ് ഗോഡ്, വചനമാണ് ജഡമായി തീർന്നത്. ആ വചനം, അത് യേശു ക്രിസ്തു എന്നതായ വചനം, ആ വചനം ഒന്നാമതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നു. രണ്ടാമത്തേതാണ് റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ്. അതായത് ആദ്യത്തേത് റിവീൽഡ് ആണെങ്കിൽ പോലും ഇത് രണ്ടാമതായിട്ട് പറയുന്നത് നമുക്ക് വെളിപ്പെട്ട ദൈവവചനം, വെളിപ്പെടുത്തി തന്ന ദൈവവചനം. ആ വെളിപ്പെടുത്തി തന്നതായ ദൈവവചനമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. വെളിപ്പെടുത്തി തന്നതായ പ്രവാചകന്മാരിലൂടെയും അപ്പോസ്തലന്മാരുടെയും പിതാക്കന്മാരിലൂടെയും വെളിപ്പെടുത്തി തന്നതായ ദൈവത്തിന്റെ അരുളപ്പാടിനെയാണ് വേദവചനം, ബുക്ക് എന്ന് നമ്മൾ പറയുന്നത്, റിവീൽഡ് വേർഡ് എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് ഈ റിവീൽഡ് വേർഡ് അതായിട്ടുള്ളതായ വചനത്തെ കുറിച്ചാണല്ലോ നമ്മൾ പഠിക്കുന്നത്. ഈ വേദവചനം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഇൻസ്പയർഡ്, ദ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ് ഓർ ഗോഡ് ബ്രെത്ത്ഡ്. ദൈവ നിശ്വസിതമാണ്. എല്ലാ വചനങ്ങളും ദൈവ നിശ്വസിതങ്ങളാണ്. ഇൻസ്പയർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമാണ് എല്ലാ വേദവചനങ്ങളും. ദൈവ ശ്വാസീയമാണ്. 2 തിമോത്തിയോസ് 3:16-17 വാക്കുകൾ. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് അവിടെ പറയുക. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവത്താൽ ഉളവായതാണ്. ദ ബ്രെത്ത് ഓഫ് ഗോഡ് എന്നുള്ളതായ കാര്യമാണ് അവിടെ പറയുന്നത്. ഇത് തന്നെ 2 പത്രോസ് 1:20 പറയുന്നു, പ്രവചനം, തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. നോയിങ് ദിസ് ഫസ്റ്റ്, that no prophecy of the scripture is of any private interpretation. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. For the prophecy came not in all time by the will of man, but holy men of God spake as they were moved by the Holy Ghost. അത് ഒന്നാമതായിട്ട് പറയുവാനായിട്ടുള്ളതായ കാര്യം, ദൈവവചനം അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമാണ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വേദവചനം ഇറ്റേണൽ, അത് എന്നേക്കുമുള്ളതാണ്, നിലനിൽക്കുന്നതാണ്, അൺചേഞ്ചബിൾ ആണ്. ഗോഡ്സ് വേർഡ്സ് ആർ ഇറ്റേണൽ ആൻഡ് അൺചേഞ്ചിങ് എന്നുള്ളതാണ്. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. The grass withered,
The flower fadeth, but the word of God shall stand forever. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യം കർത്താവ് തന്നെ പറയുന്നുണ്ട്. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും നീങ്ങിപ്പോകയില്ല. അപ്പൊ ഇവിടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമതായിട്ട് പറയുന്നത് ദൈവവചനം ഇറ്റേണൽ ആണ്, അൺചേഞ്ചിങ് ആണ്. ലോകത്തിലുള്ള സകലവും നീങ്ങിപ്പോകും, ദൈവവചനം നീങ്ങിപ്പോകയില്ല എന്നുള്ളതായ കാര്യം കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ദൈവവചനം ഈസ് ലൈഫ് ഗിവിംഗ്. The word of God is life giving word of God. നമുക്കറിയാം, ആദിയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവയാം ദൈവം കൽപ്പിക്കുകയാണ്, ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ, ആകാശവും ഭൂമിയും ഉണ്ടാകും. ഓരോ ചരാചരങ്ങളെയും പറഞ്ഞ് സൃഷ്ടിക്കുന്നു. അവിടെ സൃഷ്ടികർമ്മം ഉണ്ടാവുകയാണ്. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം മൂലം അവിടെ ജീവൻ ഉണ്ടാവുകയാണ്. അതേപോലെ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു തമ്പുരാൻ ലാസറിനെയും വിധവയുടെ മകനെയും യായിറോസിന്റെ മകളെയും വിളിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ലാസറെ എഴുന്നേൽക്കുക, തലീഥ കുമി, ബാലി എഴുന്നേൽക്കുക. വിധവയുടെ മകനെ വിളിച്ചിട്ട് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം ജീവൻ നൽകുന്ന ശബ്ദമാണ്. നമ്മുടെ ജീവിതത്തിലും ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനത് അവിടെ കമ്പിവാചകത്തിൽ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദം ജീവൻ നൽകുന്ന വചനമാകുന്നു. നമ്മുടെ ചതഞ്ഞ മനസ്സുകളെ ഉണർത്തുവാൻ, നിർജീവ മനസ്സുകളെ ഉണർത്തുവാൻ, ശക്തിയുള്ളതാക്കുവാൻ പ്രാപ്തിയുള്ളതാണ് ദൈവവചനം എന്നുള്ളതായ കാര്യം നാം മനസ്സിലാക്കുക. നാലാമതായിട്ട് ഗോഡ്സ് വേർഡ്സ് ആർ എൻലൈറ്റനിങ് വേർഡ്സ്. നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നതാണ്, നമ്മുടെ മനസ്സുകളെ ഹൃദയങ്ങളെയും പ്രകാശിപ്പിക്കുന്നതാണ് ദൈവവചനം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള പ്രവചനം നമുക്കറിയാം. യെശയ്യാ പ്രവചനത്തിൽ പറയുകയാണ്, അന്ധകാരത്തിനും മരണത്തിന്റെ നിഴലിലും ഇരുന്നവർക്ക് പ്രകാശം ഉദിച്ചു. മാമോദീസായില് 2-ാമത്തെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ഇവന്റെ ലോക വ്യർത്ഥതയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇവന്റെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇല്യൂമിനേറ്റിംഗ് വേർഡ്. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. സങ്കീർത്തനം 19-8 വാക്യം. അവിടെ ദൈവവചനം നമ്മുടെ കണ്ണുകളെ തെളിയിക്കുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ നദിക്കരയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ലുദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ദൈവവചനം. ഈ പ്രകാശിപ്പിക്കുന്ന ദൈവവചനമാണ്. അടുത്തത് the word of God purifies us. നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ് ദൈവവചനം. എഫേസ് ലേഖനം 5-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും. വചനത്തോടു കൂടിയതായ ജലസ്നാനത്താൽ വെടിപ്പാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ, നിന്റെ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ മാത്രമല്ല, ഇവർ മാത്രമല്ല, ഇവരിൽ നിന്ന് നിന്റെ വചനം കേൾക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടണമേ. ഞാനിത് ഇവർക്ക് കൊടുക്കുന്നു, ഇവരെ അയക്കുന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ ദൈവവചനം നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ്, പ്യൂരിഫൈ ചെയ്യുന്നതാണ്. വീണ്ടും ദൈവവചനം, the word of God turns us to repentance. നമ്മെ ദൈവവചനം അനുതാപത്തിലേക്ക് തിരിക്കുന്നതാണ്. ദൈവവചനം ജീവനും ചൈതന്യമുള്ള വചനമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. യോവേൽ പ്രവചനത്തിൽ പറയുന്നത് ഹൃദയങ്ങളെ കീറി മുറിക്കുന്നു ദൈവത്തിന്റെ വചനം. നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിലേക്കുള്ള ഒരു വരവ് ഉണ്ടാകും. ദൈവവചനം, the word of God strengthens us, നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ബലപ്പെടും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ദൈവവചനം will comfort us, നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ്. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവർ ആശ്വാസം പ്രാപിച്ചുകൊണ്ടാണ് പോയത്. അതുകൊണ്ട് ദൈവവചനം ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, സുഖപ്പെടുത്തുന്ന, ജീവിപ്പിക്കുന്ന, അനുതാപത്തിലേക്ക് നയിക്കുന്ന, വെളിച്ചം പകരുന്ന ദൈവവചനം. ആ ദൈവവചനം പഠിക്കുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും നമുക്ക് കഴിയണം. എങ്ങനെയാണ് ദൈവവചനത്തെ നാം സമീപിക്കേണ്ടത്? പിതാക്കന്മാർ പറയുന്നത്, പ്രാർത്ഥനയോടുകൂടെ അല്ലാതെ ആരും വേദവചനത്തെ സമീപിക്കരുത്. പ്രാർത്ഥനയോടുകൂടെ അല്ലാതെ ആരും വേദവചനത്തെ സമീപിക്കരുത്. അങ്ങനെ പ്രാർത്ഥനയോടെ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദൈവവചനം കത്തിക്കൊണ്ടേയിരിക്കും. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ദൈവം കടന്നു ചെന്നപ്പോൾ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഉള്ളിൽ അവർ പറയുകയാണ്, യേശുക്രിസ്തു പോയി, നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? ദൈവവചനം നമ്മുടെ ഉള്ളിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് ചെന്നാൽ നമ്മുടെ ഉള്ളിൽ അത് കത്തിക്കൊണ്ടിരിക്കും. ഒരു കെടാത്ത വിളക്കായിരിക്കും. നമ്മളെ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് അത് വഴി നടത്തും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു വചനത്തെ അതിന്റെ ഗൗരവത്തോടെ സ്വീകരിക്കുവാൻ നമുക്ക് എവർക്കും സാധിക്കട്ടെ. അതിന് ഈ പഠന പദ്ധതി ഈ വർഷം നമ്മളെ കൂടുതൽ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരോടുമുള്ളതായ പ്രത്യേകമായ സ്നേഹം, വാത്സല്യവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എല്ലാ വൈദികരോടും എല്ലാവരോടുമുള്ളതായ സ്നേഹം അറിയിക്കുകയാണ്.